السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. കോഴിക്കോട് കടപ്പുറത്ത് സമുദ്ര സമാനമായിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സമാധാനം പുൽകാൻ തയ്യാറായിട്ടുള്ള ജനമനസ്സുകളെ മറ്റു എല്ലാ വേദിയിലിരിക്കുന്ന മഹാരഥന്മാർ, പണ്ഡിതന്മാര്, നമുക്കറിയാം നാം ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ലോകത്തിന്റെ അന്തരീക്ഷമാസകലം ഭീകരത കൊണ്ട് മലീമസമാക്കിയിട്ടുള്ള സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം, അവർക്കെതിരെ നമ്മുടെ പ്രതിഷേധം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ അവര് പ്രതിഷേധിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. എവിടെയൊക്കെ ഫലസ്തീനിന് വേണ്ടിയിട്ട്, ഫലസ്തീനിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആരൊക്കെ ശബ്ദം ഉയർത്തിയാലും അവരെയെല്ലാം ഭീകരരെന്ന് മുദ്ര കുത്തുന്ന ഒരു ഏർപ്പാട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം മണ്ണിന് വേണ്ടിയിട്ട് പോരാടുന്നവരെ മുമ്പും നമ്മളും പോരാടിയതാണ്. ഇന്ത്യൻ ജനങ്ങൾ എന്ന നിലക്ക് സ്വന്തം മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുമ്പ് നമ്മളും പോരാടിയതാണ്. സമാനമായിട്ടുള്ള രീതിയിൽ ഫലസ്തീനിലെ സ്വന്തം മണ്ണിന് വേണ്ടി പോരാടുന്ന ഫലസ്തീനിന്റെ മക്കളെ ഭീകരരെന്ന് മുദ്ര കുത്തുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഞങ്ങളാരും ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, ഞങ്ങളാരും ഭീകരതയെ മുഖമുദ്രയാക്കി നടക്കുന്നവരല്ല, മറിച്ച് സ്വന്തം ഞങ്ങളുടെ തന്നെ മണ്ണായിട്ടുള്ള ഫലസ്തീനിന്റെ സ്വന്തം മണ്ണിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ, അതിന്റെ ആവശ്യമുയർത്താൻ വേണ്ടി വന്നവരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ. നമുക്കറിയാം, നമ്മുടെ എല്ലാം നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം പറഞ്ഞതിന്റെ പേരിൽ മക്കയുടെ തെരുവേദികളിൽ ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ തന്റെ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന തന്റെ കുടുംബങ്ങൾ മുഴുവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് സത്യം പറഞ്ഞുകൊണ്ട് സ്വന്തം നാടിനും വേണ്ടിയിട്ട് പോരാടുന്ന ഫലസ്തീനിന്റെ മക്കളെ ഇസ്രായേൽ, അമേരിക്ക ഇന്ന് പോലത്തെ വലിയ രാജ്യശക്തികള് ഇന്ന് വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, അവർക്ക് വേണ്ടതായിട്ടുള്ള ജീവിത ആവശ്യങ്ങൾ നൽകാതെ അതിനെല്ലാം ഹനിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന സത്യത്തിന്റെ മതമായിട്ടുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം എങ്ങനെയാണോ ഈ ലോകമെമ്പാടും സമാധാനവും ശാന്തിയും കൊണ്ട് പുൽകിയത്, സമാനമായിട്ടുള്ള രീതിയിൽ ഫലസ്തീനും ഈ ലോകത്ത് ആകമാനം സമാധാനവും ശാന്തിയും പുൽകുമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, എവിടെയും ഭീകരത പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ആരൊക്കെയാണോ ഭീകരത മുഖമുദ്രയാക്കിയിട്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് കടന്നു വന്നത്, അവരെല്ലാം ഭീകരതയുടെ മേൽ പരാജയപ്പെട്ട് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളൂ. ഫിർഔൻ ജിന്ദ, ഹിറ്റ്ലർ ജിന്ദ, നെതന്യാഹു ഭി ജിന്ദ കരേഗ. അവരെല്ലാവരും ഭീകരതയുടെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാ ജനമനസ്സുകളും നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആയിരിക്കുന്ന കാലത്തോളം നമ്മളെല്ലാവരും ഗാന്ധിയൻ മാർഗം പുൽകിക്കൊണ്ട് ഇന്ത്യയുടെ തെരുവീതികളിൽ ജീവിക്കുന്ന കാലത്തോളം ഗാന്ധിജി പറഞ്ഞ വാക്യങ്ങളെ നമുക്ക് ആദ്യം നമ്മുടെ മുഖമുദ്രയായിട്ടുണ്ടാകുകയുള്ളൂ. ആദ്യമായിട്ട് ഫലസ്തീനിന്റെ ചെറുത്തുനിൽപ്പിനെ, ഇസ്രായേലിന്റെ ഭീകരതയെ ടെററിസം എന്ന് വിളിച്ചതും ഫലസ്തീനുകാരോട് പോരാടുന്ന ഫലസ്തീനുകാരോട് അവരോട് നോക്കിയിട്ട് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങളും ഞങ്ങളും തുല്യരാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികൾ ഇന്ത്യയെ കൊളോണിയവൽക്കരിച്ചപ്പോ അവർക്കെതിരെ ഞങ്ങൾ എങ്ങനെയാണോ പോരാടിയത്, അതുപോലെയാണ് നിങ്ങളുടെ മണ്ണിന് വേണ്ടി പോരാടുന്ന ഫലസ്തീനികളെ നിങ്ങളും ഞങ്ങളും തുല്യരാണ് എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ മാർഗം ഉൾക്കുന്നവരാണ് നാം ഓരോ ഇന്ത്യക്കാരും. ആരൊക്കെ തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാലും ഗാന്ധിയൻ മാർഗം പിന്തുടരുന്ന ഓരോ ഇന്ത്യക്കാരും ഗാന്ധിജി പറഞ്ഞ മാർഗത്തിലൂടെ തന്നെ പോയിക്കൊള്ളേണ്ടതാണ്. അവസാനമായിട്ട് ഫലസ്തീൻ വിമോചകനായിട്ടുള്ള യാസിർ അറഫാത്തിന്റെ വരികൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ ഇടത് കൈയിലെ ഒലിവ് ചില്ലുകൾ വീഴാതെ നിങ്ങൾ നോക്കണേ,
എന്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിന് തിരകൾ തീരാതെ നിങ്ങൾ നോക്കണേ. ആ വാക്യങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഓരോ ജനമനസ്സുകളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.